കടിച്ചു പിടിച്ച ഒരു ഇറച്ചി കഷ്ണവുമായി ഓടുകയായിരുന്നു ആ കുട്ടിക്കുറുക്കൻ. പെട്ടെന്ന് ഓടുന്ന വഴിയിലെ മണ്ണിടിഞ്ഞ് ഏ അയ്യോ! കുട്ടിക്കുറുക്കൻ കാൽ തെറ്റി താഴേക്ക് വീണു. അയ്യോ! ഹാവു! രക്ഷപ്പെട്ടു. പക്ഷേ കുട്ടിക്കുറുക്കൻ്റെ കയ്യിലെ എല്ലും കഷ്ണം ഒരു കുളത്തിലേക്ക് വീണിരുന്നു. അയ്യോ! ഇറച്ചി കഷ്ണം വെള്ളത്തിൽ പോയി. ഇനി എന്തു ചെയ്യും? ഹായ്, ആ ആമച്ചേട്ടനോട് സഹായം ചോദിക്കാം. ആമച്ചേട്ടാ, ഒരു ഇറച്ചി കഷ്ണം ഈ കുളത്തിൽ വീണു, ഒന്ന് എടുത്തു തരാമോ? അയ്യോ! കൊല്ലുന്ന കുളത്തിലോ? ഞാനില്ല. കൊല്ലുന്ന കുളമോ? അതെ, ഇതിലിറങ്ങി ആരും ജീവനോടെ തിരികെ കയറിയിട്ടില്ല. നീ നോക്ക്, ഈ കുളത്തിൽ വേറെ ആമകളോ മീനുകളോ ഉണ്ടോ എന്ന്. കാണില്ല, കാരണം എല്ലാവർക്കും അറിയാം ഈ കുളത്തെപ്പറ്റി. അപ്പോ ആമച്ചേട്ടൻ ഇതിലല്ലേ താമസം? അല്ല, ദാ അവിടെ മറ്റൊരു കുളമുണ്ട്. മോൻ അവിടെ അധികം നേരം നിൽക്കണ്ട, പൊയ്ക്കോ, അതാ നല്ലത്. അത്രയ്ക്ക് പേടിക്കാനുണ്ടോ? അല്ല പിന്നെ. കുട്ടിക്കുറുക്കൻ കുളത്തിൻ്റെ അടുത്തേക്ക് നടന്നു. കുളത്തിലേക്ക് കാലെടുത്ത് വെക്കാൻ തുടങ്ങിയതും കുട്ടിക്കുറുക്കൻ ഒന്ന് നിന്നു. ആ ആമച്ചേട്ടനെ തന്നെ കുളത്തിൽ ചാടിച്ചാലോ? അതെ, വെള്ളത്തിൽ നിന്ന് ഇറച്ചി കഷ്ണം കണ്ടുപിടിക്കാൻ എളുപ്പം ആ ആമച്ചേട്ടനായിരിക്കും. പക്ഷെ പറഞ്ഞാൽ ആമച്ചേട്ടൻ സമ്മതിക്കില്ല. ഒരു വഴിയുണ്ട്. കുട്ടിക്കുറുക്കൻ ആമയുടെ പിന്നാലെ ഓടി. എന്താണിത്? ആമച്ചേട്ടൻ ആ ഇറച്ചി കഷ്ണം എടുത്തു തന്നേ പറ്റൂ. കുട്ടിക്കുറുക്കൻ ആമയെ മലർത്തിയിട്ടു. അയ്യോ! എന്നിട്ട് കുളത്തിന് നേരെ തള്ളി നീക്കാൻ തുടങ്ങി. ഞാൻ പോകട്ടെ, കൊല്ലുന്ന കുളത്തിലേക്ക് ഞാനില്ല. അയ്യോ! കുറച്ചു നേരത്തെ കാര്യമല്ലേ ഉള്ളൂ, ചെല്ല് ചേട്ടാ. അയ്യോ! കുട്ടിക്കുറുക്കൻ കാത്തിരുന്നു. എന്നാൽ ആമച്ചേട്ടനെ കാണാനില്ലല്ലോ. നേരം കുറേ ആയി. ആമച്ചേട്ടൻ പറഞ്ഞതെല്ലാം സത്യമാണോ? ഇത് കൊല്ലുന്ന കുളമാണോ? കുട്ടിക്കുറുക്കൻ ഞെട്ടി വിറച്ചു. ആമച്ചേട്ടനെ കുളം വിഴുങ്ങിയോ? എങ്കിൽ അതിന് ഞാനല്ലേ കാരണക്കാരൻ? കുട്ടിക്കുറുക്കൻ പേടിച്ചോടാൻ തുടങ്ങി. പെട്ടെന്ന്, നിൽക്കവിടെ, നീയാണോ കൊല്ലുന്ന കുളത്തിലേക്ക് ആമയെ എറിഞ്ഞത്? കുട്ടിക്കുറുക്കൻ അമ്പരന്നു പോയി. ആമച്ചേട്ടനെ ഞാൻ കുളത്തിലിട്ട കാര്യം എങ്ങനെ അറിഞ്ഞു? അത് കണ്ട ഒരു മരംകൊത്തി പറഞ്ഞു. ഞാൻ മാത്രമല്ല, പലരും അതറിഞ്ഞു. കൊല്ലുന്ന കുളത്തിൽ വീണവർ ആരും ഇതുവരെ രക്ഷപ്പെട്ടിട്ടില്ല. എന്താണത്? ഈ വാർത്ത അറിഞ്ഞു വരുന്നവരാണ്. നിന്നെ ഒന്ന് ശരിക്ക് കാണാൻ വരുന്നവർ. അയ്യോ! കൊല്ലുന്ന കുളമാണെന്നറിഞ്ഞിട്ടും മനഃപൂർവ്വം ഒരു പാവത്തെ നീ അതിൽ തള്ളിയിട്ടില്ലേ? അതറിഞ്ഞാൽ ആരെങ്കിലും നിന്നെ വെറുതെ വിടുമെന്ന് തോന്നുന്നുണ്ടോ? അയ്യോ! ഞാൻ ആ ആമയുടെ മരണത്തിന് നീയാണ് കാരണക്കാരൻ. മരണമോ? ആമച്ചേട്ടൻ മരിച്ചോ? കുട്ടിക്കുറുക്കൻ വിറയലോടെ ആ കാഴ്ച കണ്ടു. ഓടിയെടുക്കുന്ന ഒരു കൂട്ടം മൃഗങ്ങൾ, പറന്നെടുക്കുന്ന പക്ഷികൾ. അയ്യോ! ഞാൻ അറിയാതെ ചെയ്തതാണേ. കുറച്ചകലെ മൗഗ്ലിയും ആ ശബ്ദം കേട്ടു. എന്താണത്?